പൂച്ചേരെ സൗണ്ട് ഇവിടെ ഫുള്ള് വീഡിയോ എടുക്കണം. രണ്ടുപേരുണ്ട്. മരത്തിന് മുകളിൽ നോക്കിയാണ് കയറൊക്കെ ചെയ്യും. വേണ്ട അവര് ബീച്ചൊക്കെ ഉണ്ടല്ലോ. ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്ലോസപ്പ് കിട്ടില്ല. ഇതെങ്ങനെ ഒരു ഗുണം ഉണ്ടാവട്ടെ. അപ്പുറത്ത് പെണ്ണുണ്ട് പുറകില്. ഞങ്ങളുടെ അഭ്യർത്ഥനയെ മാനിച്ച് ഞാനത് സമയമായിട്ടില്ലേ മൂപ്പം പോയി കണ്ടു സമയം
இங்கே பந்திப்பூரில் சஃபாரி எவ்வளோ ഇനി നമ്മൾ അടുത്ത് മസനഗുഡി വഴി ഊട്ടിയാണ് പോണത്. അത് ഒന്നും കൂടി വളവാണ്. ഊട്ടിയാ? ഓ ഊട്ടി എങ്ങനെ എനിക്കതൊരു വിഷമമായി. ഒരു ഹോട്ടലിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയില്ലാന്ന് അവിടുന്ന് വിട്ടു വീട്ടിലേക്ക് വടിക്ക് നിർത്തിയിട്ട്. അതെനിക്ക് വേദന. ഹോട്ടലിലത്തെ ഭക്ഷണം ചിലർക്ക് ഇഷ്ടപ്പെടും. ശരിക്കും ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങാമെങ്കിൽ നല്ല ഇരുന്നൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം. പക്ഷെ ഇറങ്ങാനും പറ്റില്ലല്ലോ. അവർക്ക് സൗകര്യമായി ഇറങ്ങാൻ മൃഗങ്ങൾക്ക്. അല്ലെങ്കിൽ ഈ മരം വീട് കിടക്കണതിലൊക്കെ എങ്ങനെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ നല്ല പച്ചപ്പ് ആനകള് ആടുംകുട്ടികള് നടക്കണം. അപ്പൊ നമ്മളിപ്പോ ആന, പോത്ത്, ഇതുപോലത്തെ കാടില്ല. നോട്ട് ചെയ്തത് കണ്ടോ? 2-3 സംസ്ഥാനങ്ങളുടെ പേരിലാന്ന് മാത്രം. ഇവിടെ ഇപ്പൊ പൈസ ഒന്നും കൊടുക്കണ്ടേ? എല്ലാരും ബോർഡറൊക്കെ കൊണ്ട് മക്കളെ കൊണ്ട് ഫേസ് ചെയ്യും. സ്മൈൽ സ്മൈൽ. അതൊക്കെ ഹോൺ അടിച്ചപ്പോ ഇതൊക്കെ അങ്ങോട്ട് പോയി കണ്ട. സ്മൈല് കിട്ടിയില്ല. ഒരു പ്രത്യേക നല്ല നല്ല. പക്ഷെ ഇതിൽ ആണുങ്ങളൊന്നും ഇത്ര ഉണ്ട്. ആണുങ്ങളൊക്കെ ഉണ്ടല്ലോ. ആനകൾ അവിടെ പോയെന്നുള്ള ഞങ്ങളൊക്കെ മേയാൻ പോയതാ. കാട്ടിലോട്ട് പോയി കണ്ട. വണ്ടി നന്നായിട്ടുണ്ട് കാര്യം. അവൻ പോയി മറ്റവൻ അവിടെ തന്നെ നിർത്തി. അപ്പൊ അവിടെ എന്തോ കാണാനുണ്ടായിരിക്കും. അതന്നെ ആ കാറുകാരൻ എവിടെയാണ് നമ്മൾ പോണേ? പക്ഷെ ഫോട്ടോ സാരില് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും നമ്മള് ആനേനെ കണ്ടില്ലല്ലോ. ആനനെ കണ്ടു, പക്ഷെ അതിനു വേണ്ടി ഇറങ്ങിയപ്പോ ഒന്നിനും കണ്ടില്ല. നമ്മള് പോകുമ്പോ ഒരു കൊമ്പനെ കണ്ടില്ല, ഒരു 1.5 സാധനം നമ്മുടെ വണ്ടിയിൽ ഇരുന്നിട്ട്. എന്നാലും അതിന് പോയിട്ട് ഒരു ഒന്നിനും കാണാൻ പറ്റാത്തതാണ് ഒരു വിഷമമായി പോയത്. ഈ മലയിൽ കയറണം നോക്കല്ല. ഈ മലക്ക് അല്ല ഞാനതല്ല നോക്ക് നോക്ക്. നല്ല ചൂട്ടായിലാണല്ലോ. വെയിലത്ത് നല്ലൊരു AC ക്യാമ്പിലേറിയ പോലെ ഉണ്ട്. ഒന്ന് ഫോട്ടോ എടുക്കൊണ്ടിരിക്കുന്നു. ആ വണ്ടിന്ന് എന്തോ കൊണ്ടതിന്റെ ഒരു ബോട്ടാന്ന് ബോട്ട് താഴ്ത്തി കിട്ടും. അതില് വേറെ എന്തോ പൊതി കൊണ്ട് പോയി. ഞാൻ അടുത്ത് തീർക്കാൻ ബോട്ട് വെള്ളം കുടിക്കാൻ എന്താഴ്ച തോന്നുന്നു കുടിക്കാൻ സ്വന്തമായി അവന്റെ ബബിളൊക്കെ മരുന്ന് കാട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ബോട്ടിങ്
അല്ല ആ ചെറുത് ജീവിതം दे दिए वे दाब गया ഇതിലിറങ്ങാൻ പറ്റും. ആദ്യം ഇറങ്ങിക്കോ. ആദ്യം എങ്ങനെ സ്റ്റെപ്പ് മൂടെ. ഏതൊരു മരത്തമ്മ കെട്ടിപ്പിടിച്ചാൽ മതിയില്ല. ഒറ്റ ഇങ്ങനെ മരത്തിൽ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നോക്കമ്മ. അല്ല അവർക്ക് എത്ര ബിസ്ക്കറ്റ് കൊടുത്തറിയാം. ബിസ്ക്കറ്റ് അല്ല അവര് ഓടിയിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അല്ല ഇതിലേ എഴുന്നേറ്റ് ഓടിയിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറയാ ഇഷ്ടത്തിന്. വണ്ടി ലൈറ്റ് അടിച്ച മഞ്ഞാണ് കവർ ചെയ്ത് വെച്ച മാതിരി. ഇതിന്റെ സ്കിന്ന് പേപ്പർ മേക്കിങ്ങിന് ഉപയോഗിക്കുന്നതല്ലേ? അല്ല ഇതിന്റെ സ്കിന്നിന് ഒരു ഉപകാരം ഉണ്ടല്ലോ. ഉപയോഗിക്കില്ലേ? എല്ലാ തൊലിയും കളഞ്ഞിട്ട് നമ്മള് ചെത്തിയെടുത്ത പോലെ നോക്കാം. നമുക്കൊരു വെള്ളം തട്ടി നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇത്
കുറച്ച് മരങ്ങളുള്ള ക്ലീൻ ചെയ്യാൻ മണ്ണൊക്കെ വൃത്തിയാക്കിയിട്ട്. ഇല്ല ഇത് പ്രകൃതി വൃത്തിയാക്കലോട് എന്തൊരു ഭംഗിയല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് പ്രകൃതി വൃത്തിയാക്കലോട് എന്തൊരു ഭംഗിയാണ്, നമുക്ക് ഇതുപോലെ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റില്ല. വിഷയം വെച്ചാലും ഇതുപോലെ ക്ലിയർ ആക്കി ചെറുകുട്ടി പിടിച്ചോണ്ട് കളയുന്നു. അത് പ്രത്യേക അയ്യേ അതെന്തൊരു രോഗം ഉണ്ടാവില്ല. ഇടയ്ക്ക് ചിലര് തുരുവൊക്കെണ്ടാവും. ഓ ഈ ഒരു വെള്ള മരത്തിന്റെ ഒരു വലിപ്പം നോക്കിയേ. ഈ മരങ്ങളെ പണി കഴിഞ്ഞ് വരുന്നുള്ള അടിമാക്കിയ കുഴികളൊക്കെ ഇച്ചിരി ചെറുതായി ചാടിക്കും. പുരാവസ്തുക്കളുണ്ട്. ഏതിലൊക്കെ ചാടിക്കുന്നത്. മരങ്ങളെ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ് മുഴുവൻ കളയുന്നത് ഈ തൊലികളിൽ ശേഖരിക്കും. എന്നിട്ട് ഈ തൊലി പൊഴിച്ച് കളയും. അങ്ങനെയാണ് അവരുടെ വേസ്റ്റ് പുറത്തു പോകുന്നത്. ഈ മരം പുലി സ്വയം ഇങ്ങനെ ഉണ്ടാവും. തൊലി പൊഴിച്ച് കളഞ്ഞിട്ട് വേസ്റ്റ് കളയും. അത് ശരിക്കും ഇങ്ങനെ പറയാ ഒരേ ഇതിലൊരു കമ്പും മൊഴയില്ലാണ്ടാണ് ഈ ഒറ്റ കോതനെ പറഞ്ഞു. നല്ല അതിന്റെ ഒക്കെ നല്ല കാതിലുള്ള മരം മുറിക്കേത് നല്ല ഒറ്റതോറിന് വീതി കിട്ടും. ഒറ്റതോറിന് കിട്ടും. ആ കട്ടിലപടി വരുമ്പോ കിട്ടൂല്ലേ, ഇതേപോലത്തെ മരത്തിലൊക്കെ കിട്ടും. നല്ല ചന്തള്ള മരങ്ങൾ കാലത്ത് കറുപ്പ് നോക്കി മാറ്റി പൂവില്ല കട നോക്കി മരൊക്കെ എന്താ സൈസ് നോക്കി. കാറ്റാടിമരം ആണോ? കാറ്റാടിമരം കഴിഞ്ഞല്ലോ. ഇതിലൊക്കെ നല്ല നല്ല കാഴ്ച കേട്ടോ. ഇതൊക്കെ കയറി പോയി ഫോട്ടോ എടുക്കാം. അടിപൊളിയാണ്. വീട്ടിൽ കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് നീ 6 കിലോമീറ്റർ എന്നല്ലേ പറഞ്ഞത്? ഞാനിപ്പോ അതിനെ ആലോചിച്ചേ. ഇത് ഇനിയിപ്പോ എത്ര ഉണ്ട് നോക്കി. ഉണ്ടാവോ 5 4 മണി നോക്കടേ നിങ്ങള് എത്താൻ പറ്റില്ല. ഒരു ബൈക്ക് നോക്കിയാലും ഇവിടെ എത്തണ്ട. ഇരുട്ട് വരാൻ വീഴാൻ തുടങ്ങിയിട്ടാ. സൈഡിൽ നിന്ന് കൊടുത്തോളം ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. അതിങ്ങനെ ഞമ്മ ഒരു മിനിറ്റ് എടുക്കില്ലേ? ഫോട്ടോ എടുക്കില്ല. വീഡിയോ വീഡിയോ ഫോട്ടോ ഫോട്ടോ എടുത്തു. എടുത്താ ആ നീ എടുത്തോ.